എല്ലാവർക്കും നമസ്കാരം. ശനി രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതായത് ഈ വരുന്ന മെയ് മാസം 17-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 9 വരെയുള്ള ആ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ, അതായത് 5 മാസ കാലയളവിൽ ഇതിൽ പറയാൻ പോകുന്ന 4 രാശിക്കാർക്ക് അവരുടെ 7ാം അഷ്ടമ കണ്ടകശനികളിൽ വലിയ തോതിൽ അവർക്ക് ആശ്വാസം ലഭിക്കും. ഇത് പറയാൻ കാരണം ഈ കഴിഞ്ഞുപോയ വലിയ ശനിമാറ്റം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളുടെ ഇടവേളകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഈ 4 രാശികളിൽ വരുന്ന 12 നക്ഷത്രക്കാർക്ക് അവർക്കിനി അനുഭവിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളിൽ ഓരോരുത്തരുടെയും ആ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ പോലും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുരിതങ്ങളിലായിരുന്നു എന്ന് പറയുകയാണ് കൂടുതൽ ശരി. ഇവരുടെ ഈ അവസ്ഥയ്ക്ക് ഇനി മുതൽ വ്യത്യാസങ്ങൾ വരും. അതായത് മെയ് മാസം 17-ാം തീയതി മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 9-ാം തീയതി വരെ ഈ പറഞ്ഞ 5 മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളാണ് ഇതിൽ തുടർന്നങ്ങോട്ട് വ്യക്തമായി പറയാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ ശനിയെ സംബന്ധിച്ച്, അതായത് ശനീശ്വരനെ സംബന്ധിച്ച് ഭഗവാൻ രേവതി നക്ഷത്രത്തിൽ എപ്പോഴൊക്കെ സ്ഥിതി ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം ശനി അത്യുഗ്രമായിട്ടുള്ള അനുഗ്രഹ വർഷം പ്രത്യേകിച്ചും കർമ്മഫല രംഗങ്ങളിൽ ചൊരിഞ്ഞിട്ടേ ഉള്ളൂ. ഏറ്റവും ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ഗ്രഹനില തൊട്ട് അങ്ങോട്ട് തുടങ്ങാം. അതായത് ഇന്നത്തെ ഗ്രഹനിലയല്ല, മെയ് മാസം 17-ാം തീയതി മുതലുള്ള ഗ്രഹനിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപ്രകാരം ചൊവ്വ മേടം രാശിയിലും, സൂര്യനും ചന്ദ്രനും ബുധനും ഇടവൻ രാശിയിലും, ശുക്രനും വ്യാഴവും മിഥുനം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനി മീനം രാശിയിലുമാണ് ഈ പറഞ്ഞ മെയ് 17-ാം തീയതിയിൽ നിൽക്കുന്നത്. മാത്രവുമല്ല ഈ സമയം എന്ന് പറയുന്നത് ഇടവ രവി സംക്രമം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ശുഭമുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിന് ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഈ ശനി രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്ത് പ്രവേശിക്കുന്നത് മൂലം 7.5 ശനി ദോഷം പരിപൂർണമായി വിട്ടുമാറി ആശ്വാസം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ഗണിതത്തിൽ കിട്ടിയിരിക്കുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. ഇത് പറയാൻ കാരണം അവർക്ക് ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടു കൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വ്യത്യാസം അവർക്ക് കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനി അങ്ങോട്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ ലഭിച്ചു തുടങ്ങുന്നത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ 2026 മെയ് മാസം അവസാനം മുതൽ ഇവർ പൂർണ്ണമായും ദോഷമുക്തരായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപ്രകാരം ഈ മകരം രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് അവരുടെ ഫലങ്ങൾ പറയുന്നതിന് തൊട്ടു മുൻപ് നമുക്ക് നക്ഷത്രം പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കാം. പറയാൻ കാരണം ശനി മീനം രാശിയിലേക്ക് മാറിയതോടെ, അതായത് ഈ മീനത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നതിലൂടെ കർക്കിടക കൂറുകാർക്ക് അഷ്ടമശനി ദോഷം ഏറെക്കുറെ പഴയതുപോലെ തന്നെയാണ് ഇത്രയും കാലം നിന്നതെങ്കിൽ പോലും ഈ മെയ് മാസം മുതൽ അനുകൂലമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴുള്ള ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക വിഷമങ്ങളിൽ നിന്നും ഒരു പരിപൂർണ മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ വരുന്ന ജൂൺ മാസം ഏകദേശം തുടക്കത്തോടു കൂടിയായിരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ജീവിതം ഉടച്ചു വാർക്കുന്ന അവസ്ഥയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നിങ്ങളുടെ ഫലം പറഞ്ഞു തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നക്ഷത്രം പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. ഇനി അടുത്തത് ഈ ശനി രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ, അതായത് മെയ് മാസം 17-ാം തീയതി മുതൽ കണ്ടക ശനിക്ക് പരിപൂർണമായ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇടവം, വൃശ്ചികം എന്നീ 2 രാശികളിലായി വരുന്ന നക്ഷത്രക്കാരാണ്. പറയാൻ കാരണം ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മുൻപ് ഈ കണ്ടകശനി അനുഭവിച്ചിരുന്ന ഇടവം, വൃശ്ചികൻ രാശിക്കാർക്ക് ആശ്വാസകരമായ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് ഈ വരുന്ന മെയ് മാസം 17-ാം തീയതി മുതൽ ഏകദേശം ജൂൺ പകുതിയോടുകൂടി ഇത് കൃത്യമായി ആ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. ഇതിലെ നക്ഷത്രക്കാരെക്കുറിച്ചും നിങ്ങൾക്ക് വേണ്ടി ഫലം പറയുമ്പോൾ ചേർത്ത് പറയാം. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ നക്ഷത്ര മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്
ഇവരുടെ ഇതുവരെയുള്ള ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്ന ആ ഒരു അവസ്ഥയായിരിക്കും. അതായത് ഏകദേശം 10 വർഷം വരെയുള്ള കഷ്ടപ്പാടുകൾ ഇതോടെ മാറിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉറപ്പിക്കാവുന്നതാണ്. മാത്രവുമല്ല, ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായി ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. ആ പരിഹാര മാർഗങ്ങളും കൂടി നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുന്നതായിരിക്കും. അതിൽ പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ഇവിടെ ശനിയാഴ്ച തോറും ചെയ്തു വരാറുള്ള നവഗ്രഹ പൂജ തന്നെയാണ്. ഈ നവഗ്രഹ പൂജ ചെയ്യുന്നതിലൂടെ നവഗ്രഹ ദോഷങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകും. ഇത് ഈ പറഞ്ഞത് നിങ്ങൾ എത്ര ദൂരെയുള്ള രാജ്യത്ത് അവിടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹ വർഷം തീർച്ചയായിട്ടും നിങ്ങളെ തേടി അവിടെ എത്തിയിരിക്കും. അപ്പോൾ ശരി, നമുക്കിനി ശനി രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതോടുകൂടി 7 അഷ്ടമ കണ്ടക ശനികൾ വിട്ടുമാറുന്ന നക്ഷത്രക്കാരിൽ വെച്ച് ആദ്യം വരുന്ന നക്ഷത്രക്കാരും അവരുടെ ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഈ നക്ഷത്രക്കാർക്കാണ് 7 ശനികളിൽ നിന്നും പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ സംഭവിക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ ശനിമാറ്റത്തിന് ശേഷം ഇവർക്ക് ഏറെക്കുറെ ഒരു അല്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും പരിപൂർണമായിട്ടുള്ള ആ ഒരു വിടുതൽ സംഭവിക്കുന്നത് ഇനി ഈ പറഞ്ഞ സമയത്താണ്, അതായത് മെയ് മാസം 17-ാം തീയതി മുതൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതുവരെ കഷ്ടകാലവും ദുരിതവും നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടായിരുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് ജ്യോതിഷവശാൽ ഇവിടെ കൃത്യമായി പറയാൻ സാധിക്കും. അതായത് ഒരു ദുരിതം വിട്ടുമാറുമ്പോൾ അതിൽ നിന്നും അടുത്ത ദുരിതം ഒരു റിലേ പോലെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. ഇനിയിപ്പോൾ അത് തീരുമ്പോഴാണെങ്കിലോ മറ്റെന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയം ഇപ്പോൾ ഇവിടെ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അതായത് ഈ 2026 മെയ് മാസം 17 മുതൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മാസം അവസാനം മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് 7 ശനി ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായി പല ശുഭനിമിത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്നതായിരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച് വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ ഓരോന്നോരോന്നായിട്ടാണെങ്കിൽ പോലും അവ നിങ്ങളുടെ മുൻപിൽ നടന്നു കിട്ടാൻ തുടങ്ങുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതും അത് ഓർക്കാപ്പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് ഈ കഷ്ടപ്പാടും ദുരിതവും ആയിരുന്നല്ലോ എന്നോർത്ത് ഇനി നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫലങ്ങൾ. പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് ആയുർകാരകനും ഒപ്പം കർമ്മകാരകനുമാണ്. അതായത് കർമാധിപതിയായിട്ടാണ് കർമ്മഭാവത്തിൽ ശനി നിങ്ങൾക്ക് മീനം രാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബലവാനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ആ ഒരു ദശ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ജാതകവശാൽ നടക്കുമ്പോഴാണ് ശനിയുടെ അപഹാരം വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഡബിൾ ഇരട്ടി പ്രയോജനങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതായത് ആ ശുഭഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൂടാതെ ശനീശ്വരൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് അവിടെ വന്നു കിട്ടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ നിൽപ്പും ദൃഷ്ടിയും അനുസരിച്ച് ഈ പറഞ്ഞത് ഇവിടെ അച്ചിട്ടായിട്ട് സംഭവിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. അതായത് മെയ് മാസം 17-ാം തീയതി മുതൽ നിങ്ങളുടെ ആ ഒരു സുവർണ കാലഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2026 ഒക്ടോബർ മാസം ആകുന്നതിന് തൊട്ടു മുൻപ് തന്നെ ശനി ഭഗവാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഏറെക്കുറെ ഒരു 70% നിങ്ങൾ കൈക്കലാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പറയാൻ കാരണം മീനത്തിൽ നിൽക്കുന്ന ശനി നിങ്ങളെ സംബന്ധിച്ച് ഗുണവാനായി മാറുകയാണ്. എന്ന് വെച്ചാൽ സർവേശകാരകനായ വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിലാണ് ശനി നിൽക്കുന്നതെന്ന് സാരം. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളെ ശ്വാസം മുട്ടിച്ച ശനി ഇവിടെ മുതൽ നിങ്ങൾക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലത്ത് വരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാട് ശനി വക്രത്തിൽ നിന്ന് സഞ്ചരിക്കുന്നതുകൊണ്ടായിരുന്നു നിങ്ങൾക്കത് സഹിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആ ഒരു മോശം അനുഭവം വെച്ച് ഇനിയുള്ള എൻ്റെ ദിനങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് കണക്കുകൂട്ടി നിങ്ങൾ ഒരു കാരണവശാലും ജീവിതം മുന്നോട്ട് നയിക്കരുത്. പറയാൻ കാരണം ആ കാർമേഹങ്ങളെല്ലാം പോയി നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തെളിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനി മുതൽ ദുഃഖത്തിന് സ്ഥാനമില്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി നല്ല ഉന്മേഷത്തോടു കൂടി വേണം നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിക്കേണ്ടത്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഈ മകരം രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടം ഈ മെയ് മാസം അവസാനം മുതൽ അല്ലെങ്കിൽ ജൂൺ മാസം ആരംഭത്തോടു കൂടി നിങ്ങൾക്ക് സംജാതമായിരിക്കും.
അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് മകരം രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് വേണ്ടി നിങ്ങളുടെ ഈ 2026 മെയ് മാസം 17-ാം തീയതി മുതൽ ശനി രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് ശനിയുടെ ഈ രേവതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് അഷ്ടമശനി നൽകുന്ന ദുരിതങ്ങളിൽ നിന്നും മുക്തരാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ അത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ്. പുണർതം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ പ്രയോജനം ലഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും പ്രത്യേകമായി നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, ഇവിടെ ശനി നിങ്ങൾക്ക് സർവാഭിഷ്ട സ്ഥാനത്തായതുകൊണ്ട് തന്നെ തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളങ്ങളെല്ലാം നിങ്ങൾക്ക് പലിശയടക്കം തിരികെ ലഭിക്കും. അതുപോലെ തന്നെ ഒരിക്കലും കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ കിട്ടാക്കടങ്ങളെല്ലാം നിങ്ങൾ അത് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നിങ്ങളിലേക്ക് അവർ എടുത്തു തരുന്നതായിരിക്കും. മാത്രവുമല്ല, സമൂഹത്തിനുണ്ടായിരുന്ന ചില ചീത്തപ്പേരുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ കാലയളവിൽ മാറി വളരെ നല്ല വ്യക്തിത്വം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതിനെ തുടർന്ന് പുതിയൊരു സാമ്പത്തിക ഭദ്രത നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കും, അല്ലെങ്കിൽ അവ സ്വയമേവ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ രാശിഫലയിൽ കാണുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഒരു പുതിയ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി മറ്റൊരു ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു അവസരം വന്നാൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാരണം സ്വയം തൊഴിലിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സഹായകമായിട്ടുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് ഈ സമയം സംജാതമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും ശരി, നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്ന നിങ്ങളുടെ കർമ്മമേഖല പരിപൂർണമായി നിങ്ങൾക്ക് അനുകൂലമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രത്യേകിച്ചും 2026 ജൂൺ ജൂലൈ മാസങ്ങളോടുകൂടി ഈ പറഞ്ഞ കർമ്മമേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം അല്പം ദുർബലമാണെങ്കിൽ പോലും ഈ വരുന്ന മെയ് ജൂൺ മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിൻ്റെ 2ാമത്തെ പകുതിയോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക ജീവിതവും ദാമ്പത്യ ജീവിതവും ആശ്ചര്യകരമാകും വിധം മാറിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരുപക്ഷെ ഇത് കേൾക്കുന്നത് വിവാഹിതരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയോ ആണെങ്കിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ ജീവിത മാർഗമധ്യേ ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും. അതൊരു പക്ഷേ പുതിയൊരു വിവാഹത്തിലേക്കുള്ള കാൽവയ്പ്പാകാം, അല്ലെങ്കിൽ ഒരു പുതിയ സുഹൃത്ത് ബന്ധത്തിലേക്കുള്ള കാൽവയ്പ്പുകളാകാം. എന്തായാലും ശരി, അതിനെ തുടർന്ന് നിങ്ങൾ സ്വദേശം വിട്ട് വിദേശത്തേക്ക് പോകാനുള്ള യോഗവും നിങ്ങളിൽ പലർക്കും സംജാതമായേക്കും. അതുമാത്രവുമല്ല, മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്. സുഖഭക്ഷണം, സുഖനിദ്ര, സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടാനും വളരെ നല്ല ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഈ കാലയളവിൽ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ ഇതിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം ആ സമയത്തെടുത്ത് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അപൂർവ അവസരങ്ങളായിരിക്കും ഈ പറഞ്ഞ ഈ കാലയളവിൽ സംജാതമാകുന്നത്. ഇത്രയുമാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നിങ്ങൾ 3 നക്ഷത്രക്കാർക്കും അഷ്ടമശനി നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് നമുക്കിവിടെ ഗണിതത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ശനി രേവതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ കണ്ടകശനി വിട്ടുമാറുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ അവർ ഇടവം, വൃശ്ചികം എന്നീ 2 രാശികളിലായിട്ട് വരുന്ന നക്ഷത്രക്കാരാണ്. അവർ യഥാക്രമം ഇടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി, അതിനോടൊപ്പം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായിട്ടുള്ള വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കുമെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശനി വിപരീത അവസ്ഥയിൽ ഗുണവാനായി മാറുകയാണ്. അതായത് ശനിയുടെ രാശിമാറ്റം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെയാണെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ മെയ് മാസം പകുതി മുതലായിരിക്കും. പറയാൻ കാരണം 3, 6, 11 ഇവ ഉപജയസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമായിരുന്ന സർവ്വവിധ വിഘ്നങ്ങളും ഇതോടുകൂടി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പ്രധാനമായിട്ടും രോഗാവസ്ഥ, ദീർഘകാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് അവിശ്വസനീയമായ രീതിയിൽ ഉറപ്പായിട്ടും കുറവുണ്ടാകും. അവർ പക്ഷേ ഇത്രയും വലിയൊരു ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് തുടർന്നങ്ങോട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു സ്ഥിതി നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് വൈദ്യനിർദ്ദേശം തീർച്ചയായിട്ടും ലഭിച്ചേക്കാം. പറയാൻ കാരണം ആ രീതിയിലാണ് ശനി നിങ്ങളുടെ ആയുർകാരകനായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്.
അതുപോലെ തന്നെ തസ്കര ശല്യം മൂലമോ അല്ലെങ്കിൽ ഉത്തമ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങൾ കരുതിയിരുന്ന ആളുകൾ, അവരിൽ നിന്നുണ്ടായ ആ തിക്താനുഭവങ്ങൾ, അതിനെല്ലാം ഒരു പരിഹാരം ഇതോടുകൂടി നിങ്ങൾക്ക് മുൻപിൽ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളിലോ അതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് വരെ അപരാധം കേൾക്കേണ്ടി വരുന്ന അവസ്ഥകളെല്ലാം മാറി ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും വന്നു ചേരുന്നൊരവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുന്നതായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ സമൂഹത്തിൽ പല അംഗീകാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അർഹരായിത്തീരും. മാത്രവുമല്ല, ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് വലിയൊരു തുക അത് തിരിച്ച് എങ്ങനെ നിങ്ങൾ അടച്ചു തീർക്കുമെന്ന് ഓർത്ത് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഇതിലെ ഈ നക്ഷത്രക്കാർക്ക് അത് തരണം ചെയ്യാനുള്ള വലിയൊരു ആശ്വാസം എന്ന രീതിയിൽ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ ചില നിമിത്തങ്ങളും ഉണ്ടായിത്തീരും. അതുപോലെ തന്നെ 2026 മെയ് ജൂൺ മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ജൂൺ മാസം പകുതിക്ക് ശേഷം പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകസ്മികമായിട്ട് കടന്നു വരുന്നതിലൂടെ ജീവിതം മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ വഴിതിരിച്ചു വിടുന്നതായിരിക്കും. എന്നാൽ വർഷത്തിൻ്റെ 2ാം പകുതിക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി അവിചാരിതമായിട്ടുള്ള ചില ബന്ധങ്ങളിൽ നിങ്ങൾ ചെന്നുപെടുന്നതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാകാത്ത അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമെന്നോണം കൂടിച്ചേർന്ന് ഇത് രണ്ടും ഒന്നെന്ന പോലെ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇതൊരു പക്ഷേ ജോലി സ്ഥലത്ത് പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന 2 വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ സഹവർത്തിത്വത്തോടു കൂടി പുതിയൊരു സംരംഭം ചേരുന്ന ആ ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി പുതിയൊരു ജീവിതത്തിന് നിങ്ങൾ തുടക്കമിടുന്നതും ആയിരിക്കാം. ഇത് ഏതാണെന്നുള്ളത് നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയോ അങ്ങനെയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ശരി, ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിവാഹം കഴിഞ്ഞ് 8-9 വർഷമായിട്ട് സന്താന ഭാഗ്യമില്ലാതെ പല ട്രീറ്റ്മെൻറ്റുകളും എടുത്ത് പരാജയപ്പെട്ടിരുന്ന ഇതിലെ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുന്ന ഒരു സന്തോഷ വാർത്ത ഈ കണ്ടകശനി ഒടിഞ്ഞു പോകുന്നതിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിനെ തുടർന്ന് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ആ ദാമ്പത്യ അസ്വാരസ്യങ്ങളെല്ലാം പരിപൂർണമായി മാറി നല്ലൊരു കുടുംബാന്തരീക്ഷം ഉറപ്പായിട്ടും അവിടെ രൂപം കൊള്ളും. പിന്നാലെ ശരിയായ ഈശ്വരപ്രസാദം എന്താണെന്നുള്ളത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതോടുകൂടി നിങ്ങൾ അനുഭവിച്ചറിയുന്നതായിരിക്കും. അപ്പോൾ കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രോഗസ്ഥാനമായിട്ടുള്ള 6ാം ഭാവം ശനി വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. ഇനി അടുത്തതായി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ശനി ഗായത്രി അതുപോലെ തന്നെ നവഗ്രഹ സ്തോത്രം അത് എല്ലാ ശനിയാഴ്ച തോറും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. മാത്രവുമല്ല, വീടിനടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളെ കൊണ്ടാകുന്നത് പോലുള്ള ഒരു വഴിപാട്, നീരാഞ്ജനം സമർപ്പിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും, നാരങ്ങാമാല, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വഴിപാട് നിങ്ങൾ അവിടെ ചെയ്യുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് എഴുതിയെടുത്ത് നമ്മുടെ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.